കാഞ്ഞങ്ങാട് വാട്സാപ്പ് ശബ്ദ സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലി എന്ന പരാതിയിൽ കോടതിയെ സമീപിച്ച് യുവതി വിവാഹ സമയത്ത് നൽകിയ 20 പവൻ സ്വർണം തിരികെ നൽകണമെന്നും ജീവനാംശം നൽകണമെന്നും ആവശ്യം. പോലീസ് ഇന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തും. വിവരങ്ങളുമായി സരീഷ് PK ചേരുന്നു. സരീഷ്, എല്ലാവരും വളരെ കൗതുകത്തോടെ ശ്രദ്ധിച്ച ഒരു വാർത്തയാണ് ഇത്. ഇപ്പോൾ യുവതി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ? ഈ ഭർത്താവ് ഒക്കെ എന്താണ് ഈ കാര്യത്തിൽ പറയുന്ന വിശദീകരണം? കഴിഞ്ഞ മാസം 21-നാണ് വിദേശത്ത് നിന്നും ഭർത്താവ് അബ്ദുൾ റസാഖ് പെൺകുട്ടിയുടെ പിതാവിന്റെ മൊബൈൽ ഫോണിലേക്ക് മുത്തലാഖ് ചൊല്ലി വാട്സപ്പ് സന്ദേശം അയച്ചത്. അതിനു മുൻപ് തന്നെ നിരന്തരമായി ഈ ഭർത്താവും കുടുംബവും പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്വർണം നൽകണം, കൂടുതൽ പണം നൽകണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഈ പീഡനം എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ ഇപ്പോൾ പറയുന്നത്. വിവാഹ സമയത്ത് നൽകിയ 20 പവൻ സ്വർണം തിരികെ നൽകണം, ഒപ്പം തന്നെ ജീവനാംശം നൽകണം, ഒപ്പം ഭർത്തൃ വീട്ടിൽ അനുഭവിച്ച പീഡനത്തിന് നഷ്ടപരിഹാരം വേണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പെൺകുട്ടി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹോസ്ബർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് യുവതി ഹർജി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഈ പെൺകുട്ടി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. ഏറ്റവും അവസാനമായി ഫെബ്രുവരി 21-ന് തൊട്ട് മുൻപ് വരെ പണം ആവശ്യപ്പെട്ടിരുന്നു. ആ പണം പോലും നൽകിയതിന് ശേഷമാണ് ഈ മുത്തലാഖ് ചൊല്ലിയത്. അതുകൊണ്ട് തന്നെ അന്ന് നൽകിയ പണം, സ്വർണം എന്നിവ തിരിച്ചു നൽകണം. അതോടൊപ്പം ഈ വീട്ടിലും അതോടൊപ്പം തന്നെ സമൂഹത്തിലും തനിക്കുണ്ടായ നാണക്കേട്, ഒപ്പം വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പോലും മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ നഷ്ടപരിഹാരം ഉണ്ടാവണം എന്നൊരാവശ്യമാണ് ഈ യുവതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇന്ന് ഹോസ്ബർഗ് പോലീസ് ഇന്ന് ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ വരന്റെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന്, ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. വരൻ ഇപ്പോഴും വിദേശത്ത് തന്നെയാണ്. ഞങ്ങൾ ഇവരുടെ ബന്ധുക്കളെ സമീപിച്ചിരുന്നു, എന്നാൽ തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അത് മകന്റെ തീരുമാനമാണ്. ആ കാര്യത്തിൽ ഇടപെടാൻ തങ്ങളില്ല. ഏതെങ്കിലും രീതിയിൽ നിയമ പോരാട്ടം ഉണ്ടായാൽ അത് മകൻ നോക്കട്ടെ എന്നൊരു കാര്യമാണ് അവർ പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്താനോ ഇതുവരെ അബ്ദുൾ റസാഖിന്റെ കുടുംബവും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കോടതിയെ സമീപിക്കുക, അതായത് സമൂഹത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലുക എന്നുള്ളത്. മുത്തലാഖ് പോലും നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് വിദേശത്ത് നിന്നും പിതാവിന്റെ ഫോണിലേക്ക് മുത്തലാഖ് ചൊല്ലി ഞാൻ തങ്ങളുടെ മകളെ മുത്തലാഖ് ചൊല്ലുകയാണ്, തങ്ങളുമായുള്ള ബന്ധം വേർപെടുത്തുകയാണ് എന്ന രീതിയിൽ ഈ ഫോണിലോട് സന്ദേശം വരുന്നത്. തീർച്ചയായും ക്രിമിനൽ കേസിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സരീഷ് PK ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്.